ഇവിടെ വന്ന് ഈ അക്രമം നടത്തി നമ്മുടെ വിലപ്പെട്ട ജീവനുകൾ കവർന്നു കൊണ്ടുപോയ ഭീകരരെ സ്വാതന്ത്ര്യ പോരാളികൾ എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട മന്ത്രിമാർ തന്നെ വിശേഷിപ്പിക്കുന്നത്. ഒരു രാജ്യത്തെ, അതിന്റെ പരമാധികാരത്തെ, അതിന്റെ പൗരന്മാരോടുള്ള കരുതലിനെ, അതിന്റെ സുരക്ഷയെ, ആഭ്യന്തര അധികാരത്തെ മുഴുവൻ ചോദ്യം ചെയ്തിട്ട് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ നിന്ന് വെച്ച് ഈ വിവരക്കേട് വിളിച്ചു പറയുന്ന ഒരു രാജ്യത്തെ ഏതു രീതിയിൽ സമീപിക്കണം? നമ്മൾ ശരിയാണ്, നമ്മളൊരു രാജ്യം എന്ന നിലയ്ക്ക് കൃത്യമായ ഒരു കാഴ്ചപ്പാടോടുകൂടി പോകുന്നതാണ്. ലോകം നമ്മളിലേക്ക് തന്നെ നോക്കിയിട്ടുണ്ട്. പല കാലങ്ങളിൽ ലോകം വിവിധ ചേരികളിലായി നിന്നപ്പോൾ പോലും നമ്മളെ നോക്കിയിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും അതിനുശേഷവും പാകിസ്ഥാനുമായി നേരിട്ട് യുദ്ധം നടത്തുന്ന സമയത്ത് പോലും നമ്മൾ ലംഘിക്കാതെ വേണ്ട എന്ന് വെച്ച മനുഷ്യത്വപരമായ സമീപനമാണ് ഈ സിന്ധു നദീജല കരാർ അടക്കമുള്ള കാര്യങ്ങൾ. അതൊക്കെ ലംഘിക്കാൻ നമ്മളെ നിരന്തരം നിർബന്ധിക്കുന്ന ഒരു മാന്യതയും ഒരു യാതൊരു തരത്തിലുള്ള നീതിയും നീതിബോധവും ഇല്ലാത്തൊരു രാജ്യത്തെ ഏതു തരത്തിൽ നേരിടണം? ഒരു പ്രത്യേക സാഹചര്യത്തിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നം ആ തരത്തിലേക്ക് ഇത് വളർന്നു കഴിഞ്ഞു. അപ്പോൾ അതിന് രാജ്യമെടുക്കുന്ന നിലപാട് അതൊരു പക്ഷേ ഒരു TV ചാനൽ ചർച്ചയിൽ വെച്ച് തീരുമാനിക്കാൻ ഉതകുന്നതല്ല. രാഷ്ട്രമെടുക്കുന്ന തീരുമാനത്തിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് രാജ്യത്തെ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും വ്യക്തികളുടെയും കടമ. ഇതൊരു വല്ലാത്ത സിറ്റുവേഷനാണ്. ഈ സിറ്റുവേഷനിൽ രാജ്യം ഒരു നിലപാടെടുക്കും, ആ രാജ്യത്തെ നിലപാടിനോടൊപ്പം നിൽക്കുക. അല്ലാതെ നമ്മൾ അതിവൈകാരികമായിട്ട് നമ്മൾ പറഞ്ഞ് മുമ്പോട്ട് കൊണ്ടുപോരാ. രാജ്യത്തിൻ്റെ നിലപാട്, ആ രാജ്യത്തിൻ്റെ നിലപാട്, രാഷ്ട്രമെടുക്കുന്ന നിലപാട് കോൺഗ്രസ് അതിൻ്റെ പ്രവർത്തക സമിതിയിൽ പറഞ്ഞു, സർവകക്ഷി യോഗത്തിൽ പറഞ്ഞു, ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനങ്ങളോടൊപ്പം നിൽക്കും. ഇതാണ് നിലപാട്. ആ തീരുമാനത്തിനൊപ്പം തന്നെ മുന്നോട്ട് പോകുന്നത്. അല്ലാതെ എനിക്കൊരു നിലപാടും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നാലാളുകൾക്ക് മറ്റു നിലപാടൊന്നുമില്ല. നമുക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ. ആ നിലപാടുമായിട്ട് മുന്നോട്ട് പോകണം. രാജ്യത്ത് ഒരേ സമയത്ത് തന്നെ പുറത്തുള്ള ശക്തികളെയും അകത്തുള്ള ശക്തികളെയും നമ്മൾ കണ്ടെത്തണം. അപ്പം ദിവസം 2-3 കഴിഞ്ഞു. നമുക്ക് ആ ഭീകരവാദികളെ കണ്ടെത്താൻ സാധിക്കണം, എത്രയും പെട്ടെന്ന് സാധിക്കണം. കാശ്മീരിനെ തിരിച്ചു കൊണ്ടുവരണം. ഇപ്പോൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ഒരു നല്ല അന്തരീക്ഷത്തിലേക്ക് എത്തിയ കാശ്മീരിലെ സാധാരണക്കാരൻ്റെ ജീവിത ചര്യ മാറിയിരുന്നൊരു സാഹചര്യത്തിലാണ് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് ഇതെല്ലാം അവസാനിപ്പിച്ച് ഇതെല്ലാം സമാധാനത്തിന്റെ നാളുകളിലേക്ക് തുടർ വെല്ലുവിളികൾ ഉണ്ടാകാതിരിക്കുക എന്ന് പറയുന്നത് പ്രധാനമല്ലേ ശ്രീ അരവിന്ദ്? അതായത് നമ്മൾ കുറച്ചധികം വിചാരിച്ചിരുന്നു കാശ്മീർ സമാധാനപരമായ ഒരു ജീവിതത്തിലേക്ക് തിരികെ വരികയാണെന്നുള്ളത്. അവിടെ അഭ്യസ്തവിദ്യരായ യുവാക്കൾ, അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാകുമെന്ന് വിചാരിച്ചിരുന്നു. അവിടുത്തെ ടൂറിസം മേഖലയെ മാത്രം ആശ്രയിച്ച് ജീവിച്ചിരുന്ന ആളുകൾ, തൊഴിലാളികൾ, ഇവരെല്ലാവരും വിചാരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്തൊക്കെയാണ് നമ്മൾ അവിടെ നിന്ന് കണ്ടത്? അവിടെയുള്ള മുഴുവൻ ഹോട്ടലുകളും വെക്കേറ്റ് ചെയ്തു പോവുകയാണ്. ഈ 2-2.5 കോടി ആളുകൾ, വിദേശ സഞ്ചാരികൾ അടക്കമുള്ളവർ തേടിയെത്തുമെന്ന് വിചാരിച്ചുണ്ടാക്കിയ സാമ്പത്തിക ബാധ്യത മുഴുവൻ ആ ജനതയെ നോക്കി കൊഞ്ഞനം കുത്തുകയാണ്. ഇങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രത്തെ, അവരുടെ സ്വപ്നങ്ങളെ, ജനതയുടെ ജീവിതത്തെ, സമാധാനത്തെ ആകെ തകിടം മറിച്ച് കളഞ്ഞിരിക്കുകയാണ്. ഇനിയും നമ്മൾ ഒരു നല്ല രീതിയിലേക്ക് തിരികെ വരുമ്പോഴും എങ്ങനെ വിശ്വാസത്തിലെടുക്കും? അപ്പുറത്ത് നിൽക്കുന്ന ആളുകളെ എങ്ങനെ വിശ്വാസത്തിലെടുക്കും? ഇവർ നാളെയും ഇത് ചെയ്യില്ല എന്നുള്ളതിന് എന്താണ് നമുക്ക് ഉറപ്പ്? അല്ല മധു, അതിന് 2 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ ആഭ്യന്തര സുരക്ഷ ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടികൾ നമ്മൾ എടുത്തേ മതിയാകൂ. അതെടുക്കാൻ ഞാനിവിടെ കുറ്റപ്പെടുത്തിക്കൊണ്ടൊന്നുമല്ല സംസാരിക്കുന്നത്. നമുക്കറിയാൻ ഒരു 3 ടയർ സെക്യൂരിറ്റി സിസ്റ്റമുണ്ട്. നമ്മളൊക്കെ കാശ്മീരിൽ പോകുമ്പോൾ നമുക്ക് പ്രീപെയ്ഡ് ഫോൺ പോലും ഉപയോഗിക്കാൻ പറ്റില്ല. പോസ്റ്റ് പെയ്ഡ് ഫോൺ ഉപയോഗിക്കേണ്ട, ഓരോരുത്തരെയും സൂക്ഷ്മമായി വിലയിരുത്തുന്ന സാഹചര്യമുണ്ട്. അത് കുറച്ചുകൂടി ടൈറ്റ് സെക്യൂരിറ്റി ആയിട്ട് മാറുകയും ആ കാശ്മീരിനെ നിലനിർത്തുകയും വേണം. നമ്മളവിടെ കാശ്മീർ ഇല്ലാതായിക്കൊണ്ട് നമ്മൾക്ക് പിന്നെ എന്താ നേടാനുള്ളത്? കാശ്മീരിലെ സാധാരണക്കാർ, നമുക്കറിയാം ഈ പ്രശ്നമുണ്ടായപ്പോഴും കാശ്മീരിലെ സാധാരണക്കാരനായ ആളുകൾ ഈ ഭീകരവാദികൾക്കെതിരാണ് നിലപാടെടുത്തിരിക്കുന്നത്. പഴയ കാശ്മീരല്ല എടുത്തിരിക്കുന്നത്. നമ്മൾ എറണാകുളത്തെ സഹോദരി ആരതി പറഞ്ഞതുപോലെ, എനിക്ക് അച്ഛൻ നഷ്ടപ്പെട്ടപ്പോൾ 2 സഹോദരന്മാരെ കിട്ടി, ഒപ്പം നിന്ന സഹോദരന്മാരെ കിട്ടി. മറ്റൊരാളവിടെ തോക്ക് പിടിക്കുമ്പോഴാണ് അവിടുത്തെ ഒരു നാട്ടുകാരൻ കൊല ചെയ്യപ്പെട്ടത്. അപ്പോൾ അങ്ങനെയുള്ളൊരു മനസ്സുകൂടി നമ്മൾ അവിടെ ഉണ്ടായിട്ടുണ്ട്, ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ 2500 ആൾ ദിവസം വരുന്ന ഒരു സ്ഥലമാണ് അവിടെ. അപ്പോൾ ആ പെർട്ടിക്കുലർ സ്പോട്ട്, അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ആഭ്യന്തര സുരക്ഷ ഒരുക്കാനുള്ള സംവിധാനം. പാകിസ്ഥാൻ പറയുന്നത് ആണവശക്തി അത് ഇതൊക്കെ പറയുന്നതിന് നമുക്ക് ആ രീതിയിൽ ഇടപെടണം. പക്ഷേ നമുക്ക് ഇന്ത്യക്കകത്ത്, ഇന്ത്യയിലെ ആളുകൾക്ക്, പൗരന്മാർക്ക് സുരക്ഷിതത്വം കൊടുക്കാൻ ആവശ്യമായ കാര്യങ്ങൾ, നമ്മുടെ ഉള്ളിലുള്ള ആഭ്യന്തര സുരക്ഷയെ പറ്റി നമ്മൾ കൂടുതൽ ബോധവാന്മാരാകണം. അത് ഏത് തരത്തിലാണോ വേണ്ടത്? ഇന്ത്യയിലൊരു പൗരന് ഇന്ത്യയിൽ മുഴുവൻ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തിയേ മതിയാകും. അതിനെല്ലാവരും കൈകോർത്ത് പിടിച്ചുകൊണ്ട് തന്നെ വരണം. മറിച്ച് 2ാമത്തെ കാര്യം, നമ്മൾ അവരുമായുള്ള നയതന്ത്ര യുദ്ധമാവട്ടെ, അല്ലാത്ത കാര്യങ്ങളാവട്ടെ, അത് വളരെ സ്ട്രോങ് ആയിക്കൊണ്ട് രാജ്യത്തിൻ്റെ നിലപാടുമായിട്ട് മുന്നോട്ട് പോകണം. രാജ്യത്തിൻ്റെ നിലപാട് അവരുമായി സ്ട്രോങ് ആക്കുന്ന സമയത്ത് ഇവിടെയുള്ള ആളുകൾക്ക് ജീവിക്കേണ്ടതല്ല, ഇവിടെയുള്ള ആളുകളെ ജീവിക്കാൻ, നഷ്ടപ്പെട്ട നഷ്ടത്തിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനിയൊരു നഷ്ടമുണ്ട്
നഷ്ടമുണ്ടാവാതെ, കാശ്മീരിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരാൾക്ക് നഷ്ടമുണ്ടാവാതെ പോകാനുള്ള ഒരു ഡിപ്ലോമസി കൂടി നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. അതിനെല്ലാവരും കൈകോർത്ത് പിടിക്കേണ്ട സാഹചര്യമാണ്, പരസ്പരം കുറ്റപ്പെടുത്തേണ്ട സാഹചര്യമല്ല. പക്ഷേ ഇനി ഒരാളെ ഇങ്ങോട്ട് ഇത്രയേറെ ടൈറ്റ് സുരക്ഷയുള്ള പ്രദേശത്തിനകത്തേക്ക് വിദേശത്തുള്ള ആളുകൾ നുഴഞ്ഞു കയറി വരുന്നുണ്ടെങ്കിൽ അവിടെയാണ് പാളിച്ച എന്ന് നമുക്ക് പഠിക്കണം. ആ പാളിച്ചയെ തിരുത്താൻ ആവശ്യമായ നടപടികളിലേക്ക് നമ്മൾക്ക് പോകണം. കാശ്മീർ എന്നല്ല, ഇന്ത്യയുടെ ഇന്നത്തെ ഒരു സിറ്റുവേഷനെ നമുക്ക് തിരിച്ചുകൊണ്ടുവരണം. ഇത് പലപ്പോഴായിട്ട് സംഭവിച്ചു. നമ്മൾക്കൊക്കെ അറിയുന്നത് കാർഗിലിൽ സംഭവിച്ചിട്ടുണ്ട്, നേരത്തെ പുൽവാമയിൽ സംഭവിച്ചിട്ടുണ്ട്, ഉറിയിൽ സംഭവിച്ചിട്ടുണ്ട്, അമർനാഥ് തീർത്ഥാടകർക്കെതിരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ രാജ്യം അതിനെ അതിജീവിച്ചിട്ടുണ്ട്. ഇതിനെയും രാജ്യം അതിജീവിക്കണം. ഇതിനെ അതിജീവിച്ചേ മതിയാകും. നഷ്ടത്തെ നമുക്കത് നമ്മുടെ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇനിയൊരു നഷ്ടം ഉണ്ടാവാതിരിക്കാനും ആ കുടുംബത്തോടൊപ്പം നിൽക്കാനും കാശ്മീർ തിരിച്ചുകൊണ്ടുവരാനുള്ള നടപടികൾക്കായിരിക്കണം ഇന്ത്യ കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ പോയിട്ട് നമ്മൾ ഹോമിച്ചുകൊണ്ടുള്ള ഒരു തലത്തിലേക്ക് പോരും. നമ്മൾ അതിജീവിച്ചുകൊണ്ടുള്ള ഒരു പോരാട്ടമാണ് നമ്മൾക്ക് വേണ്ടത്.